ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. ഇവ ഏതാനും മജ്ലിസുകളിലായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. ഇത് ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ശറഫാക്കപ്പെട്ട ഹദീസാണ്. ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഇവിടെ വ്യാജം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാട്ടുകള്ളൻ സമ്മത് പറഞ്ഞ കേട്ടില്ലേ? ഒരുപാട് ആളുകൾ ആ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പോലെ ഭാഷയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരാളെ കണ്ടുപിടി. കാട്ടുകള്ളന്മാരെ നിങ്ങൾ മറുപടി വരണം, മനസ്സിലായോ? സാദിഖ് തങ്ങൾക്ക് നിങ്ങൾ വിവരം പഠിപ്പിക്കേ. പാണക്കാട് തങ്ങന്മാർക്ക് വിവരം പഠിപ്പിച്ചാൽ അത് അപകടം ചെയ്യും. അതിന് മെനക്കെടണ്ട. ഇത് കാട്ടുകള്ളം പറഞ്ഞതിൻ്റെ അടുത്തുണ്ട്. പാണക്കാട് തങ്ങന്മാരെ വിവരം പഠിപ്പിക്കാനും അവരെ സ്വഭാവം പഠിപ്പിക്കാനും ഒന്നും ആരും മെനക്കെടണ്ട, അത് അപകടത്തിലാവും. ആ സാദിഖ് തങ്ങൾ എ പി സ്ഥാനം ഇരുത്തിയിട്ട് എ പി സ്ഥാനം പറ്റി പറഞ്ഞു കണ്ടോളി. സ്ഥാനിലേക്ക് ഇഷാറത്ത് നൽകിയിട്ട് ഈ ഹദീസ് ഓതിയിട്ട് എ പി സ്ഥാദ് അടക്കമുള്ള ആലിമീങ്ങളാണ് വറസത്തുൽ അംബിയാ എന്ന രൂപത്തിലാണ് ഇന്നലെ സാദിഖ് തങ്ങൾ പറഞ്ഞത്. സാദിഖ് തങ്ങൾ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തതാണോ കാട്ടുകള്ള? ആണെങ്കിൽ ആ ക്ലിപ്പ് ഇട്ടിട്ട് പറയും, അത് നമുക്ക് കണ്ടില്ല. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സാദിഖ് തങ്ങൾ ആരാ? മശായിഖന്മാരെ പിന്തുണ അന്നും ഇന്നും എന്നുള്ള ആളാ. കുനിയില് ശംസുലവരെ ഇടപെട്ട് പറയിപ്പിച്ച ആളാ. അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ല കള്ളന്മാരെ. നിങ്ങൾ കള്ള മുനാഫിക്കുകൾ ഒരു തർക്കൂലോ. അത് ഞാൻ വേറെ കാണിക്കണ്ടേ? അത് കണ്ടോളി. കാട്ട് കള്ളന്മാര്, കള്ള ചൈത്താന്മാർ നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരോടോ ചൈത്താൻ അല്ലാണ്ട് ദുനിയാവില്. നമ്മുടെ ആലിമീങ്ങളുടെ സുപ്രധാനമായിട്ടുള്ള സാന്നിധ്യം എല്ലാ അവസരങ്ങളിലും നമുക്കുണ്ട്. ആ ആലിമീങ്ങൾ വറസത്തുൽ അംബിയ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ. പ്രവാചകന്മാരെന്താണോ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത്, ആ ഉപദേശങ്ങൾ പിൽക്കാലത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഓർമ്മിപ്പിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ നിർവഹിക്കുന്നു. കേട്ടില്ല? നമ്മളെ ആലിമീങ്ങളുടെ സുപ്രധാനമായിട്ടുള്ള സാന്നിധ്യം
എല്ലാ സമയത്തും നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് താങ്കളിങ്ങനെ കൈയോണ്ട് ഇഷാറത്താക്കുന്ന കണ്ടില്ലേ? അത് ആരാ അവിടെ ഉള്ളത്? എ പി ഉസ്താദ് അവിടെ ഉള്ളത്. ആ പരിപാടി കണ്ടാ അറിയാം. എ പി ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ ഓല് വറസത്തുൽ അംബിയ ആണ് എന്നാണ് തങ്ങൾ ഇന്നലെ അവിടെ പറഞ്ഞത്. ആരും കണ്ടുനോക്കി, ആർക്കും മനസ്സിലാവും. ഉസ്താദിനെ ഇരുത്തിയിട്ടാണ് പറയണ്ടത്. ഉസ്താദിലേക്കാണ് ആ കൈകൊണ്ട് ഇങ്ങനെ 3-4 വട്ടം അങ്ങോട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നില്ലേ? തങ്ങളെങ്ങേ ഭാഗത്ത് ഇരിക്കുന്നത് എ പി ഉസ്താദാ. ആ ആലിമീങ്ങളാണ് വറസത്തുൽ അംബിയ, കാട്ടുകള്ളന്മാരെ. എ പി ഉസ്താദ് അടക്കമുള്ളവരെ പറ്റിയാണ് പറഞ്ഞത്. ഉസ്താദിനാണ് കാര്യമായിട്ട് പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? അതൊക്കെ പരിശോധിച്ച് നോക്കിയടോ. ഞാൻ വെറുതെ അറിയില്ലല്ലോ. ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തപ്പോ സാദിഖലി തങ്ങൾ ആരാന്ന് കണ്ടോളി, അപ്പൊ മനസ്സിലാവും. ആ കാട്ടുകള്ളന്മാര് ഇവിടെ പറഞ്ഞേ മശായിഖന്മാരെ പിന്തുണ അന്നും ഇന്നും എന്നും ഉള്ള ആളാണ്. ആ തങ്ങളാണ് എ പി ഉസ്താദിലേക്ക് ഇഷാറത്താക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വറസത്തുൽ അംബിയ ആണ്, അമ്പിയാക്കൾ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് എ പി ഉസ്താദിലേക്ക് ചൂണ്ടുണ്ട്. ഉസ്താദിനെത്തിയിട്ട് എന്ത് പറയാണ്ട് കാട്ടുകള്ളന്മാരെ, കാട്ടുകള്ളൻ നൗഷാദിനും കാട്ടുകള്ളൻ കുഞ്ഞമീനും കാട്ടുകള്ളൻ സമദ് വമ്പേസിനും എന്ത് പറയാണ്ട്. ഞാനാണ് സാദിഖ് തങ്ങൾ എന്നുള്ളത്, പാണക്കാട് തങ്ങന്മാരെന്നുള്ളത് കാട്ടുകള്ളൻ നൗഷാദ് പറഞ്ഞിട്ടുള്ളി. പാണക്കാട് പൂക്കോയ തങ്ങളെന്ന ആ മഹത്തായ നേതൃത്വത്തിന്റെ പിന്നിൽ പിന്നീട് വന്ന ഉന്നതരായ തങ്ങന്മാർ, മഹാനരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനരായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനരായ ആറ്റപ്പൂ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇപ്പോഴത്തെ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഈ സാദാത്യങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട്. അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല. കാരണം എല്ലാ മശായിഖന്മാരുടെയും പിന്തുണ അവർക്കാണ്, അന്നും എന്നും ഇന്നും. അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത്. സുലൈമാൻ ഉസ്താദ് പാടെ നിൽക്കട്ടെ, അപ്പൊ നമ്മളെ ആളാണ്, നമ്മളെ ഉസ്താദാണ്. അപ്പൊ അച്ഛൻ ഇഫാക്കാണ് ഈ പറയണ്ടേ. എനക്കൊരു വിശ്വാസം ഉസ്താദില്ല. ഉണ്ടെങ്കിൽ ആ മറ്റേ എൻ്റെ കൂടെ നടക്കണ നായിക്കാട്ടുണ്ടല്ലോ, കാട്ടുകള്ളൻ സമദ് വമ്പൈസേ, ഞാൻ ഓനെ അങ്ങനെ തന്നെ പറയുള്ളൂ. ഓൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ പറ്റി പറഞ്ഞേട്ടോളി. എൻ്റെ ആളാണ്, എൻ്റെ ഉസ്താദാണല്ലേ. എടാ ഹംക്കെ, അങ്ങനെയാണെങ്കിൽ ഓൻ എത്ര സ്ഥലത്തു നിന്ന് പറഞ്ഞു? പുത്തനത്താണിന്ന് പറഞ്ഞു, നാദാപുരത്ത് നിന്ന് പറഞ്ഞു, മൊറയൂർ എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര സ്ഥലത്തു നിന്ന് എ പി സുലൈമാൻ ഉസ്താദിനെ മരക്കൈതാന്ന് പറഞ്ഞു, പിരാന്തനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇജയ് പറയണ്ടേ? പറയത് നമ്മളാളാണ്. എൻ്റെ മശായിഖന്മാർ മധു വരുന്ന ആളാണെന്നല്ലേ ഇജ്ജ് പ്രസംഗിച്ച് സുലൈമാൻ ഉസ്താദിനെ പറ്റി. നാ കാട്ടുകള്ളൻ നായിക്കാട്ടം സമദ് പറഞ്ഞേട്ടോളി. ഓനക്ക് വരട്ടെ നമ്മുടെ അടുത്തേക്ക്. ഓന സുലൈമാൻ ഉസ്താദിനെ പറയുമ്പോൾ ഞാൻ അവൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. ഓൻ നായിക്കാട്ടല്ലേ, പിന്നെ ആരാ നായിക്കാട്ടം? നൗഷാദ് വരെ മധു വരുന്ന ആളാ സുലൈമാൻ ഉസ്താദ്. ആ സുലൈമാൻ ഉസ്താദിനെ പറ്റി ഓൻ പറഞ്ഞേട്ടോളി. പിന്നെ ഓനെ വിളിച്ചാൽ മതിയോ? നിങ്ങൾക്ക് ആർക്കും ഒരു പരാതിയും വേണ്ട. ഇനി ആര് വിളിച്ചണ്ടായിരുന്നാലും ഞാൻ വിളിച്ചും ചെയ്യും. അത് മനസ്സിലാക്കിക്കോളി. തോന്നി എന്തൊക്കെ തോന്നി? റയീസുൽ ഉലമാ സുലൈമാൻ മുസ്ലിയാർക്ക് എന്ത് തോന്നി? കേട്ടില്ലേ? നമ്മൾ കേരളത്തിൽ നമ്മൾ കേൾക്കേണ്ടി വന്നില്ലേ? മകൻ മുസാവറയിലേക്ക് കയറി സഫാത്ത് പറഞ്ഞപ്പോൾ കണ്ടോ? അയാളെ മുസാവറയ്ക്ക് എടുക്കാൻ കാരണം എന്താ? വാപ്പ പറഞ്ഞ പൊട്ടപ്പോയത്തും പരക്കെ വിളിച്ചു പറഞ്ഞു. മദീനത്ത് ചെന്നിട്ട് സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞല്ലോ, ആരംഭ റസൂലുള്ളാഹിനോട് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഇയാള്. പിന്നെ നബിയെ, നിങ്ങളെ അമ്മാനും ബാപ്പാനെയൊക്കെ കുറിച്ച് നല്ല വിശ്വാസമാണ് ഇപ്പം നമുക്കൊക്കെ ഉള്ളത്, പക്ഷെ അവർ കാഫിറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതോ ഖുറാഫിയോ പറഞ്ഞെന്നൊക്കെ മാതിരി പറയാലോ. അതാണോ എന്താണ്? അവർ മുസ്ലിമാണോ അല്ലേ? നിങ്ങളെ അമ്മാൻ്റെ വാപ്പാൻ്റെയും കാര്യമൊക്കെ ഒന്ന് അതിൻ്റെ ശരിയായ വിഷയം എനിക്കൊന്ന് പറഞ്ഞു തരണം. നിങ്ങളെ നൂറാണ് ആദ്യം പഠിച്ചതെന്ന് അങ്ങനെയാണ് ഇപ്പം വിശ്വസിച്ച് പോരുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? അത് എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഒരു പ്രസിഡന്റിന്റെ കഥ നോക്കിയാണ് നിങ്ങൾ. താനി ഭ്രാന്തല്ലേ ഈ സംസാരമൊക്കെ? എന്തിനാണ് ഇയാൾ ഈ സംസാരത്തിന് പോയത്? കേട്ടില്ല ഈ കാട്ടുകള്ളൻ ഈ സമദ് പറയുന്നുണ്ട്, ഇവരെ നായിക്കാട്ടെന്ന് വിളിച്ചാൽ മതിയോ? എന്താ പറഞ്ഞേ? ഭ്രാന്താണ് സുലൈമാൻ ഉസ്താദിനെ പറ്റി. ഇനി പറഞ്ഞേട്ടോളി ഇവൻ തന്നെ. എന്നിട്ട് ഞാൻ കാട്ടുകള്ളൻ നൗഷാദ് പറഞ്ഞ് കേൾപ്പിച്ചു തരാം. എന്നിട്ടാണ് നൗഷാദ് പറഞ്ഞത്, നമ്മളെ ആളാണ്, നമ്മളെ ഉസ്താദാണ്.
എന്തുസ്താദ്, എന്ത് എൻ്റെ ആള്? എൻ്റെ ആളാണ് ഇങ്ങനെ പറയോ? ഈ കാട്ടുകള്ളൻ, ഈ ചെറ്റ ഇതിനെ പിൻവലിച്ചിട്ടുണ്ടോ, തിരുത്തിയിട്ടുണ്ടോ? മശായിഖന്മാർ വരെ മധു പറയുന്ന സുലൈമാൻ ഉസ്താദിനെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ ഇവനെ പിന്നെ നായിക്കാട്ടെന്നല്ലാതെ എന്താ വിളിക്കണ്ടി? നിങ്ങൾ പറയും. കാലഘട്ടത്തിലെ മശായിഖന്മാർ വരെ മധു പറയുന്ന ആളാ സുലൈമാൻ ഉസ്താദ്. ആ സുലൈമാൻ ഉസ്താദിനാണ് ഈ ചങ്ങായി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നായിക്കാട്ടം തന്നെയല്ലേ? ഇതേ നായിക്കാട്ടമായ സമത് പറഞ്ഞ് അടുത്ത് കണ്ടോളി. കുറച്ച് സ്ട്രോങ് ഉണ്ടാവും. തബ്ബത്തിയതാ അബിലഹബിൻ തബ്ബ്. മനസ്സിലായോ? ഇന്ന ചാനയൊക്കെ ഹോല്ല ബത്തർ. അതൊക്കെ നിങ്ങൾ ഇവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗൗരവം കുറച്ചുണ്ടാവും. ഗൗരവമായ ഉണർത്തലാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. സുലൈമാൻ ഉസ്താദ് ആരാന്നുള്ളത് ഞാൻ കേൾപ്പിക്കും. ഞാൻ സുലൈമാൻ ഉസ്താദിനെ തെറി പറഞ്ഞവൻ പിന്നെ ആരായിരിക്കും? ഞാൻ പറഞ്ഞ സാധനം ആവുമല്ലോ. നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞിട്ടോളി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്നും നേരല്ലാന്ന്. ആ ഉമ്മയെയും ആ വാപ്പനെയും ഒക്കെ കുറിച്ച് സംശയം ചോദിക്കുകയാണ് ഇവരെ പ്രസിഡന്റ് അവിടെ പോയിട്ട്. ഇയാളെ ധാരണ എന്താ? കേരളത്തിലെ ഉലമാ പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇയാൾ വലിയ സംഭവമായിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചാലും വിദീഷയും റിഫായിഷയും ഒക്കെ റിഫായിഷയെ പറഞ്ഞ നബിയൊന്ന് കൈ ഫംതു യമീനക്ക, നിങ്ങളെ കൈയൊന്ന് നീട്ടിത്തരണം. റസൂല കൈ നീട്ടിക്കൊടുത്തു. അതുപോലെയാണ് ഇപ്പൊ ഞാനെന്നാണ് ഇയാൾ ധരിച്ചു വെക്കുന്നത്. കാരണം സിംഗടികൾ ഇങ്ങനെ പേപ്പിട്ട് പൊന്തിച്ചാണ് റഈസുൽ ഉലമാ. ഈ ജാതി ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഈ ചെയ്ത് പേര് പറയാൻ പറ്റുമോ? കേട്ടില്ലേ? നമുക്ക് പറയണ്ടേ? സിംഗടികൾ ഇങ്ങനെ മേപ്പെട്ട് പൊന്തിച്ചാണ്. സിംഗടികളല്ല, എൻ്റെ കാലഘട്ടത്തിന്റെ മച്ചായിക്കന്മാർ പറഞ്ഞ കള്ള ശൈത്താന്മാർ വരെ മധു പറഞ്ഞ ആളാ സുലൈമാൻ ഉസ്താദ്. അതെൻ്റെ കാട്ടുകള്ളം പ്രസംഗിച്ചിട്ടില്ലേ? അത് ഞാൻ കൽപ്പിച്ചുതരാ. പിന്നെ ആ സുലൈമാൻ ഉസ്താദിനെ തെറി പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ പിന്നെ എന്നെ നായിക്കാട്ടം തന്നെ വിളിക്കണ്ടി. നായിക്കാട്ടാണ് കെഗാല് പോലും നന്നാത്തെ അല്ലടോ. എൻ്റെ കാലഘട്ടത്തിലെ മശായിഖന്മാരെന്ന് പറഞ്ഞ ആളുകൾ പോലും മധു പറഞ്ഞ സുലൈമാൻ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞേ. സുലൈമാൻ ഉസ്താദ് ഞങ്ങൾ മാത്രം മുന്തിച്ചില്ല, എൻ്റെ ശൈഖന്മാരും മുന്തിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞേ. കാട്ടുകള്ളൻ, എനിക്ക് എന്ത് പറയാണ്ട്? ഇവിടുന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പം മുറയിന്ന് പറഞ്ഞ എൻ്റെ അടുത്തുണ്ട്. നാദാപുരത്തുനിന്ന് മരക്കഴുതാന്നാ പറഞ്ഞേ ഈ കള്ള ഹംക്ക് സുലൈമാൻ ഉസ്താദിനെ പറ്റി. പിന്നെ നായിക്കാട്ടല്ലേ അവൻ? 1000 നായിക്കാട്ടെന്ന് വിളിച്ചണവനാ. നിങ്ങൾ ധൈര്യത്തോടെ കുട്ടെടുത്തോളി, ഓരോ ചുക്ക് ചെയ്യില്ല. അവൻ നായിക്കാട്ടം ഇല്ലെങ്കിൽ പിന്നെ ആരാ നായിക്കാട്ടം? എത്ര പറഞ്ഞാലും അത് ഒരു പറച്ചിലാവില്ല, കുറച്ചിലാവുള്ളൂ, ഏറാവില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. എന്നാൽ കാട്ടുകള്ളൻ നൗഷാദ് എന്താ പറയണ്ടേ? ഇപ്പൊ കാട്ടുകള്ളൻ സമ്മത് പറഞ്ഞ നിങ്ങൾ കേട്ട്. സുലൈമാൻ ഉസ്താദിനെ പറ്റി 2 ക്ലിപ്പ് കണ്ടില്ല ഞങ്ങള്? കാട്ടുകള്ളൻ പറഞ്ഞിട്ടോളി. അപ്പൊ പിന്നെ നായിക്കാട്ടെന്ന് വിളിച്ചാൽ പോരെ? മതിയോ? ആർക്കൊരു പരിഭവം വേണ്ട. ഉസ്താദിനെ നമ്മൾ മദ്ഹ് പറഞ്ഞത് ഇവരുടെ സ്വീകാര്യത കിട്ടാനല്ല, നമ്മുടെ മശായിഖന്മാർ നമുക്ക് പറഞ്ഞു തന്ന വിവരാണ്. സുലൈമാൻ ഉസ്താദിന്റെ നിഷ്കളങ്കതയും ഉസ്താദിന്റെ വിനയവും ഉസ്താദിന്റെ പാണ്ഡിത്യവും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ശംസുൽ ഉലമക്കും അതുപോലെ ചെറുശ്ശേരി ഉസ്താദിനൊക്കെ ശേഷം പിൻപറ്റാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് ഉസ്താദാണ്, സുലൈമാൻ ഉസ്താദാണെന്ന് ഞങ്ങളെ മശായിഖന്മാർ പറഞ്ഞ വിവരം പറഞ്ഞതാണ്. അവര് വരെ അവരെ മദ്ഹ് പറയുന്നു. മാത്രമല്ല ഉസ്താദിനെ കൊണ്ട് നിങ്ങൾ നമുക്കെതിരിൽ പറയിപ്പിച്ചാൽ പോലും നമ്മളെതിനായി പറയൂല എന്ന് തീർത്തു പറയുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കേട്ടില്ല ഈ കാട്ടുകള്ളൻ പറഞ്ഞത്? പിന്നെ എന്തിനാടോ കാട്ടുകള്ളൻ സമ്മത് പറഞ്ഞത്? എത്ര സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ടില്ല. ഇന്നുവരെ തിരുത്തിക്കണോ, പിൻവലിച്ചിക്കണോ? എൻ്റെ കാട്ടുകള്ളന്മാരായ മച്ചായിക്കന്മാർ വരെ മധു പറഞ്ഞ സുലൈമാൻ ഉസ്താദിനെ പറ്റി എന്തെല്ലാമാണ് കാട്ടുകള്ളൻ സമ്മത് നായിക്കാട്ടം പറഞ്ഞേ. ഓൻ അങ്ങനെ തന്നെ ഞാൻ വിളിക്കുള്ളൂ. കാരണം എൻ്റെ കാലഘട്ടത്തിലെ മശായിഖന്മാർ വരെ മധു പറയണ ആളെ അമ്മട്ടം പറഞ്ഞാൽ പിന്നെ ഓൻ നായിക്കാട്ടം തന്നെ അല്ലേ? ഉറപ്പല്ലേ? ഞങ്ങൾ മാത്രമല്ല മധു പറയണ്ടേ. ഇജും എൻ്റെ കാലഘട്ടത്തിലെ മച്ചായിക്കന്മാരെന്ന് പറഞ്ഞ ആളുകളും മധു പറയണ അത്രയും മഹത്തുള്ള ഇന്ന് പിൻപറ്റാൻ പറ്റിയ ആളുണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദ് എന്ന് പറഞ്ഞ ആ സുലൈമാൻ ഉസ്താദിനെ എങ്ങനെ പറഞ്ഞാൽ പിന്നെ അവനെ നായിക്കാട്ടെന്ന് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെ നായിക്കാട്ടം തന്നെ, സുലൈമാൻ ഉസ്താദിനെ പറഞ്ഞോടത്ത് ഞാൻ അവനെ നായിക്കാട്ടം തന്നെ വിളിക്കുള്ളൂ. ഞാൻ അവൻ നായിക്കാട്ടത്തിന്റെ വില പോലും കാണുന്നില്ല. നായിക്കാട്ടത്തിന്റെ ഉണ്ടല്ലോ ഒരു വില, ആ വില പോലും കാട്ടുകള്ളൻ സമത് ഒമ്പൈസിന് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നായിക്കാട്ടെന്ന് ഇപ്പൊ എത്ര പറഞ്ഞു അതില് ഇനിയും പറയും. അതിന് ഒരാളും ഇന്നത്തെ അടുത്തിട്ട് കാര്യമില്ല. ഓനായി വരണം.
അത് രണ്ട് ഇതൊക്കെ കേട്ടോക്കി നിങ്ങള്. ഇതൊക്കെ ഒരേ മച്ചായിക്കന്മാരുടെ നിർദ്ദേശത്തിലുള്ള കാട്ടുകള്ളൻ നൗഷാദും കാട്ടുകള്ളൻ സമുദും പ്രസംഗിക്കണ്ടേ. കാട്ടുകള്ളൻ നൗഷാദ് എന്താ പറഞ്ഞത്? നമ്മളും അത് പറയാൻ ഞങ്ങളെ മഷായിക്കന്മാർ നമ്മോട് പറഞ്ഞതാണ്. അപ്പൊ ആ കാട്ടുകള്ളൻ സമ്മതിനോട് പറയാൻ ആരാ പറഞ്ഞത്? ഇതേ മച്ചായിക്കല്ലേ. അതാ പറഞ്ഞത് കള്ള ശൈത്താന്മാരാണ് നിങ്ങളെ മഷായിക്കന്മാർ എന്നുള്ളത്. ഇനി എത്ര ക്ലിപ്പുണ്ട് കാട്ടുകള്ളൻ സമ്മത് വരണ്ടേ? നാദാപുരത്തുനിന്നും മുറയിൽ നിന്നൊക്കെ പറഞ്ഞത് നമ്മൾ മുമ്പ് പറയാൻ കൽപ്പിച്ചതാണ്. ഒക്കെ എൻ്റെ അടുത്തുണ്ട്. പച്ച നിഫാക്കാണ്, കാപ്പട്ടിയാണ്. സുലൈമാൻ സ്ഥാനം നിങ്ങൾ അംഗീകരിക്കണില്ല ഒരു തർക്കൂലയില്. ഇവ ഇങ്ങനെ ആളെ പറ്റിച്ചാൻ വേണ്ടി കാണ്ട് എത്രയോ സ്ഥലത്ത് നിന്ന് കാട്ടുകള്ളൻ നൗഷാദ് സുലൈമാൻ സ്ഥാനെ പറ്റി പറയണ്ടേ. പക്ഷേ കാട്ടുകള്ളൻ സമ്മതോ ഓ നേരെ തിരിച്ചും നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ട് ഞങ്ങളെ.